ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ തണുപ്പ് സമയമായി കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കടുകൊക്കെ കൃഷി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇന്ന് വഴിയെ പോയപ്പം നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിലും. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ പിടിച്ചേക്കാമെന്ന്. അങ്ങനെ ഞാനൊരു വീഡിയോ പിടിച്ചതാണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. കടുകിൻ്റെ തോട്ടം, പിന്നെ ചോളത്തിൻ്റെ, പിന്നെ നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ വിതച്ച് വന്നതൊക്കെ കിളിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ കടുക് നല്ല പൂത്ത് നിൽക്കുന്ന സമയമാണിപ്പം. നല്ല ഭംഗിയാണ് കാണാൻ, സൂപ്പറാണ്. ഞാൻ വിചാരിച്ചു ലൈവ് പോകാമെന്ന്, പക്ഷേ എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ടെടുത്ത് അങ്ങനെ ഞാനത് ഇടുന്നത്. ഇതുപോലെ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണുമല്ലോ, അന്നേരം അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ മൊത്തം കടുകിൻ്റെ കൃഷി. അതുപോലെ ഇത് ചോളം ഈ സമയത്ത് ആക്ച്വലി ഇടുന്നതല്ല. പിന്നെ ചില കൃഷിക്കാർ ഈ സമയത്ത് ചോളം കൃഷി ചെയ്യും. പിന്നെ കടല, ഈ തണുപ്പ് സമയത്ത് കടല പിന്നെ ഗ്രീൻ പീസിൻ്റെ കൃഷി അങ്ങനെയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ കടുക് തോട്ടം കണ്ടപ്പോൾ ഒന്ന് കയറി. അതിൽ വഴിയുണ്ടായിരുന്നു. ചില കേത്തികളിൽ ചില കൃഷി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വഴി കിട്ടത്തില്ല അകത്തോട്ട് കയറാനായിട്ട്. പക്ഷേ ഇവിടെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അകത്ത് കയറി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ഇത് കൃഷി സ്ഥലത്ത് കയറിയതാണ്. സൈഡിൽ കൂടെ ഹൈവേ പോകുന്നത്. അപ്പോൾ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് ഇവിടുത്തേത്. അത് ഈ സമയമാകുമ്പം ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് കടുകായി കഴിയും. പിന്നെ അതവർ മുറിച്ചെടുക്കും. അത് എനിക്ക് സമയം കിട്ടിയാൽ അല്ലെങ്കിൽ ഞാനൊരു പ്രാവശ്യം ലൈവ് കാണിക്കാം. ഇത് കടുകായി കഴിയുമ്പോഴും പിന്നെ ഇത് കാണിക്കാം. ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഏക്കർ കണക്കിന് നല്ല സ്ഥലങ്ങളിൽ, നല്ല നിരപ്പായ സ്ഥലങ്ങളാണ് ഇവിടെ. മല അങ്ങനെയൊന്നുമില്ല, നല്ല നിരപ്പായ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ കൃഷിക്കാർ ഏത് കൃഷിയും അവർ ചെയ്യും. നല്ലോണം കൃഷി ചെയ്യുന്ന കൃഷിക്കാരാണ് ഇവിടുത്തത്. കടുകിനും പിന്നെ ചോളം, കടല, പയറ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് ഇവിടെ. നമ്മൾ ഇവിടുന്ന് വെളിയിൽ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബോംബെയിലോ നമ്മുടെ നാട്ടിലോ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പം പിന്നെ അതിന് വില കൂടും. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിക്കുമ്പം, പ്രത്യേകിച്ച് നമ്മൾ ഈ കൃഷിക്കാരുടെ അടുക്ക് പോയി വാങ്ങിക്കുമ്പം അതിന് തീരെ വിലക്കുറവാണ്. അങ്ങനെ ഞങ്ങൾക്ക് കുറേയധികം കടുക്, ചെറുപയർ, കടല അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വിലക്കുറവിന് കിട്ടാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സൂപ്പർ കളറാണ് ഈ പൂക്കൾക്ക്, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് ഇത്രയധികം കാണത്തില്ല, എന്നാലും കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നവർ കാണും. നമ്മുടെ മുറ്റത്ത് അങ്ങനെ സ്ഥലമുള്ളവരൊക്കെ കൃഷി ചെയ്യുന്നവർ കാണും. പക്ഷേ ഇതുപോലെ രണ്ട് റോഡ് സൈഡിൻ്റെ അപ്പുറം സൈഡ് ഇപ്പുറം സൈഡ് രണ്ട് സൈഡിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് ഇതുപോലെ പൂക്കളാണ്. നല്ല ഭംഗിയായിട്ട് ദൂരെ നിന്ന് കാണാൻ വളരെയധികം രസമാണ്. അപ്പോൾ എനിക്ക് സൗകര്യം കിട്ടുന്നത് പോലെ, സമയം കിട്ടുന്നത് പോലെ ഞാനൊരു പ്രാവശ്യം ലൈവ് ഇടാം. നിങ്ങൾ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇതുപോലെ ഇവിടുത്തെ കാഴ്ചകളും പിന്നെ കുക്കിംഗ് ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഈ ചോളത്തിൻ്റെ സമയമാകുമ്പം അതും നല്ല ഭംഗിയാണ് കാണാൻ. ചോളം ആയി കഴിയുമ്പം ഇതിനകത്ത് ഇതുവരെയും ചോളം വന്നിട്ടില്ല. എനിക്കൊന്ന് കുറച്ചുകൂടി അത് വളരാനുണ്ട്. അപ്പോഴും നല്ല ഭംഗിയാണ്. അത് ചോളം വന്ന് നിൽക്കുന്ന ഒരു ചോളത്തിനകത്ത് ഒരെണ്ണം മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇപ്പം ഇറങ്ങുന്ന ഒരു ചോളത്തിനകത്ത് രണ്ടെണ്ണം വെച്ച് വരും. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലെ ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ എൻ്റെ കുക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെറിയ വീഡിയോയുമായിട്ട് കാണാം. ഓക്കേ.